ഹലോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഫാനൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം കംപ്ലീറ്റ് പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ ഫാനിന്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്കിന്നതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണിന് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ആ നടുക്കിലുള്ള ആ ഫാനിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ കറങ്ങണ സംഭവം, ആ സംഭവം അഴിക്കാൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ അത് തിരിച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. എൻ്റെ മുടി എവിടെ പോണു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ ഈ ഫാനിൻ്റെ അടിയിൽ കിടക്കണ എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് ക്ലീൻ ആക്കാൻ എടുത്തപ്പോഴാണ് ഇതിനടിയിലും കുറേ ചുറ്റിയിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി നമ്മുടെ ഫാനൊക്കെ വീണ്ടും രണ്ടാമത് ഫിറ്റ് ചെയ്തു കേട്ടോ. പക്ഷെ ഞാൻ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നടുക്കൊരു വെള്ള സംഭവം ഉണ്ടായിരുന്നു, ഞാനത് ഫിറ്റ് ചെയ്യാൻ മറന്നു കേട്ടോ. പിന്നീട് അത് അഴിച്ച് ഞാൻ ഫിറ്റ് ചെയ്തേ. നമ്മുടെ ഫാനൊക്കെ വൃത്തിയായി, പൊടിയൊക്കെ പോയി, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നേരെ ചെയ്യാൻ പോണത് വേറൊരു കാര്യമാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ടെറസ് ഒന്ന് തണുപ്പിക്കാൻ പോവുകയാണ്. ടെറസ് തണുപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രക്ഷയില്ല കേട്ടോ. കാരണം നമ്മൾ AC ഒന്നും വെച്ചിട്ടില്ലാത്തത് കൊണ്ട് എന്താ പറയുക, നമ്മുടെ ടെറസൊന്ന് വെള്ളമൊഴിച്ച് മൊത്തത്തിലൊന്ന് നനച്ച് തണുപ്പിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി മേളിൽ കയറിയത് നമ്മുടെ ചെറുക്കനും നമ്മുടെ കൂടെ പോന്നു കേട്ടോ. അപ്പോൾ അവനും വന്ന് കുറച്ച് നേരം, അവനാണ് കേട്ടോ വീഡിയോ എടുക്കണതൊക്കെ, നമ്മുടെ കണ്ണനാണേ. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവനൊരാഗ്രഹം, അവന് നനയണം എന്ന്. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, ചെറുക്കൻ്റെ മേലും കുറച്ച് വെള്ളം കോരി ഒഴിച്ചു കേട്ടോ. അവന് എന്താ തുള്ളിക്കളി കണ്ടില്ലേ, എന്താ സന്തോഷം. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തുണിയൊന്നും ഇല്ല കേട്ടോ.